നിയമത്തിൽ ഒരു ചൊല്ലുണ്ട്, വൺസ് ദ മോർട്ട്ഗേജ് ഈസ് ആൾവേസ് എ മോർട്ട്ഗേജ് ആൻഡ് നത്തിങ് ബട്ട് എ മോർട്ട്ഗേജ്. ഒരിക്കലത്തെ പണയം എല്ലായ്പ്പോഴും പണയം തന്നെയാണ്, അത് പണയമല്ലാതെ മറ്റൊന്നല്ല എന്നുള്ളതാണ് ഇവിടെ പറയാൻ കാരണം. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ തൻ്റെ പുന്നാരമോനെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പറച്ചിലും ചെയ്തികളും എല്ലാം കണ്ടപ്പോൾ കേരള ജനത അദ്ദേഹത്തിന് ഒരു പേര് നൽകി, കിങ്ങിണിക്കുട്ടൻ. പക്ഷെ പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ തിളങ്ങി, കോൺഗ്രസിൻ്റെ ഏക വൈസ് പ്രസിഡൻ്റായി, പിന്നെ മന്ത്രിയായി ഒക്കെ വന്നു. പക്ഷെ ഈ കിങ്ങിണിക്കുട്ടൻ ഇപ്പോഴും കിങ്ങിണിക്കുട്ടൻ തന്നെയാണ്. വൺസ് ദ കിങ്ങിണിക്കുട്ടൻ ഈസ് ആൾവേസ് എ കിങ്ങിണിക്കുട്ടൻ ആൻഡ് നത്തിങ് ബട്ട് എ കിങ്ങിണിക്കുട്ടൻ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴിത് പറയാൻ കാരണം, കിങ്ങിണിക്കുട്ടൻ ഇപ്പോൾ പറയുകയാണ്, BJP-ക്കാർ ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കി. ആ കാല് നക്കികളുടെ കാല് നക്കുന്ന ആളാണ് VD സതീശൻ. BJP-ക്കാരൻ മുമ്പ് ഇംഗ്ലീഷുകാരന്റെ ചെരുപ്പ് നക്കിയെങ്കിൽ ഇന്ന് ആ BJP-ക്കാരുടെ ചെരുപ്പ് നക്കുന്നത് കേരള മുഖ്യമന്ത്രി. അപ്പൊ ഇപ്പൊ VD സതീശൻ BJP-ക്കാരുടെ കാല് നക്കുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്. എന്താ കാരണമെന്നല്ലേ, ശശികല ടീച്ചർ, RV ബാബു തുടങ്ങിയിട്ടുള്ള ഹിന്ദു ഐക്യവേദിയുടെ ചില നേതാക്കന്മാരുമായി VD സതീശൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ആ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. പ്രണയിനിയോട് മതം മാറാൻ ആവശ്യപ്പെട്ടു. ആ പ്രണയിനി അതിന് തയ്യാറാകാഞ്ഞതുകൊണ്ട് നമ്മുടെ കാമുകൻ അവരെ കൊന്നുകളഞ്ഞൊരു സംഭവം ഉണ്ടായി. ഇതിൽ ഉണ്ടായ ആശങ്കയുടെ ഫലമായിട്ടാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ കാണാൻ നിന്നത്. അപ്പോൾ അത് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം എന്ന് പറയുന്നത് VD സതീശൻ ഈ BJP-ക്കാരുടെ കാല് പിടിച്ചു എന്നാണ്, കാല് നക്കുന്നു എന്നാണ്. അവർ BJP-ക്കാരല്ല, ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന മറ്റൊരു പ്രസ്ഥാനമാണ്. അതുപോലെ ഇദ്ദേഹം BJP-ക്കാർ പണ്ട് ബ്രിട്ടീഷുകാരൻ്റെ കാല് നക്കി എന്ന് പറയുന്നത് ഒരു പക്ഷേ വീരസവർക്കറെ ഉദ്ദേശിച്ചാണ്. വീരസവർക്കർ BJP-ക്കാരനല്ല, അന്ന് തൊട്ട് BJP-യുമില്ല. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനുമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ പിൻതലമുറക്കാരല്ല BJP-ക്കാർ. അദ്ദേഹം ഒരു തികഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ബാക്കി കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കന്മാരും ഇന്ത്യയിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുമ്പോൾ വീര സവർക്കർ ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ട് ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ മഹത് വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കൂടുതലായൊന്നും പറയാനില്ല. കിങ്ങിണിക്കുട്ടൻ തന്നെയാണ്. പക്ഷേ VD സതീശൻ ഒരു കാര്യം ചെയ്യണം. ഒന്നുകിൽ കിങ്ങിണിക്കുട്ടനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം രാജിവെക്കണം. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവ് ആണ് ആരെയൊക്കെ മന്ത്രിയാക്കണം എന്നുള്ളത്. ഇപ്പോൾ VD സതീശൻ്റെ ഔദാര്യത്തിൽ മന്ത്രിയായ ആളാണ് മുരളീധരൻ. അതാണ് അതിൻ്റെ നിയമവശം. പിന്നെ പാർട്ടിക്കുള്ളിലെ സമ്മർദ്ദം ഗ്രൂപ്പും ഒക്കെ ഉണ്ടല്ലോ, സമവാക്യമൊക്കെ പാലിക്കണം. എന്നിരുന്നാലും VD സതീശന് എപ്പോഴും വേണമെങ്കിലും ഇയാളെ പുറത്താക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നു. അങ്ങനെ ഈ കിങ്ങിണിക്കുട്ടനെ, ആ കിങ്ങിണിക്കുട്ടൻ വഹിക്കുന്ന ആ മഹത്തായ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി എന്നുള്ളത്, അത് വഹിക്കാൻ ഇദ്ദേഹം യോഗ്യനല്ല. ഇനി കിങ്ങിണിക്കുട്ടൻ ഒരു കാര്യം ചെയ്യണം. അങ്ങനെ BJP-ക്കാരൻ്റെ കാല് നക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ താൻ ഇരിക്കാൻ തയ്യാറല്ല. തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജിവെച്ച് പോവുകയാണ് ചെയ്യേണ്ടത്. ഒന്നുകിൽ കിങ്ങിണിക്കുട്ടൻ രാജിവെക്കണം, അല്ലെങ്കിൽ VD സതീശൻ കിങ്ങിണിക്കുട്ടനെ ചവിട്ടിപ്പുറത്താക്കണം, അല്ലെങ്കിൽ VD സതീശൻ രാജിവെക്കണം. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.